കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അവൽ വിളയിച്ചതാണ് തയ്യാറാക്കുന്നത്. നെയ്യിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്യണേ. ആദ്യം നമുക്ക് അവലാണ് എടുത്തു വെക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ കുത്തവിലാണ് എടുത്തിട്ടുള്ളത്. മട്ടാവിലിൻ്റെ അരിയില്ലേ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഹെൽത്തിയും കൂടിയാണല്ലോ. വെള്ളവിൽ വെച്ചും ചെയ്യാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. പൊടിയുള്ളതായാലും ഇതേപോലെ കട്ടയായിട്ടുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് തിളപ്പിച്ചെടുക്കാം. അല്പം ഒന്ന് വറ്റിയാൽ മതി. അങ്ങനെ നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഒട്ടി വരുന്ന പരുവല്ലേ, വെള്ളം വറ്റിയിട്ട് അതേപോലെ ആവേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ശർക്കര എല്ലാം ഉരുകി വന്ന സമയത്ത് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലോ ഒരു ചട്ടിയിലോ ഉരുക്കിയ ശർക്കര ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ച് എടുത്ത് വെക്കാം. ശർക്കരയിൽ നിറയെ പൊടികളും അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അരിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകട്ടെ. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. നൈസായിട്ട് ചിരവിയതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കി വറ്റിച്ചെടുക്കാം. തേങ്ങയിലെ വെള്ളവും ശർക്കരയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അടി കട്ടിയുള്ള പാത്രത്തിലാവുമ്പോൾ പെട്ടെന്ന് നടക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരല്പം കൂടി ലാസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല ഫ്ലേവർ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരല്പം തണിയുമ്പോൾ നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ വറ്റിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വെച്ച് കൊടുക്കണം. ഒരല്പം കൂടി ഏലക്കപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അവൽ വിളയിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യിൽ നമ്മളിത് വഴറ്റിയിടുമ്പം അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവറാണ്. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നെയ്യൊന്ന് ഉരുകി വരട്ടെ. നമുക്ക് ശർക്കരയിൽ അവലൊക്കെ ഇടുമ്പോൾ തന്നെ നെയ്യൊക്കെ ചേർക്കാം. പക്ഷേ ഇതേപോലെ ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം മതിയാവും. നമ്മൾ അവലിൻ്റെ അളവിനനുസരിച്ച് കേട്ടോ. 2 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തത്, അതിനു വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു. കാഷ്യൂനട്ട് കൂടുതൽ ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ അങ്ങ് മൂപ്പിക്കേണ്ട, ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ടൈറ്റായിട്ട് ഭയങ്കര ഹാർഡായിട്ട് തോന്നും പൊട്ടുകടല. അത്രയും വേണ്ട കേട്ടോ. സിമ്പിളിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് ഒരു വലിയ സ്പൂൺ എള്ളു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകിയെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. എന്നിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി ഒന്ന് പൊട്ടിച്ചെടുക്കണം. കൂടുതൽ അങ്ങ് കരിയണ്ട കേട്ടോ. നെയ്യിലിങ്ങനെ കിടന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ എള്ള് കരിയും, അപ്പോൾ ടേസ്റ്റ് മാറും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളിവിടെ ആവിൽ മിക്സിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആ നെയ്യും കൂടി അതിലേക്കൊന്ന് ഒഴിച്ച് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും വരട്ടെ. ശർക്കരയും തേങ്ങയും അവലും ഈ പൊട്ടുകടലയും കാഷ്യൂനട്ടും എള്ളും കൂടിയൊക്കെ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്.